അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് രാത്രി മുതൽ നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായ തറാവീഹ് നിസ്കാരം നിസ്കരിക്കാൻ പോകുന്നവരാണ്. തറാവീഹ് നിസ്കാരത്തെപ്പറ്റി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരു മനുഷ്യൻ വിശ്വാസത്തോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമളാനിലെ രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ, അവൻ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരുമെന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ നമുക്ക് വീണ് കിട്ടിയ ഈ സൗഭാഗ്യം 2 മാസക്കാലത്തോളം വബല്ലിഗ്നാ റമളാൻ എന്ന ഓരോ വഖത്തുകൾക്ക് ശേഷവും നമ്മൾ ദുആ ചെയ്ത്, അങ്ങനെ ദുആ ചെയ്ത പല ആളുകളും ഇന്ന് ആരുടെ ഖബറിൻ്റെ ഉള്ളിലാണ്. പക്ഷേ അല്ലാഹു തആല ഇന്ന് രാത്രി മുതൽ അതിനുള്ള വലിയൊരു സൗഭാഗ്യം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ, നമ്മളിൽ നിന്നും വന്നുപോയ ഒരുപാട് പാപങ്ങൾ അത് പൊറുക്കാൻ ഈ തറാവീഹ് നിസ്കാരം മതിയാകുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. 20 റക്അത്താണ് തറാവീഹ് നിസ്കാരം. ഓരോ 2 റക്അത്തിന് ശേഷവും സലാം വീട്ടി, അങ്ങനെ 10 സലാമോടുകൂടെ 20 റക്അത്തായിട്ടുള്ള നിസ്കാരം. ഇതിൻ്റെ നീയത്ത് ശ്രദ്ധിക്കേണ്ടത്, നീയത്തെന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ കരുത്താണ്. നീയത്തിൻ്റെ അർത്ഥം തന്നെ കരുത്താണ്. പക്ഷേ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്, പറഞ്ഞതുകൊണ്ട് നീയത്തായിക്കൊള്ളണമെന്നില്ല. പറയൽ സുന്നത്താണ്, പക്ഷേ മനസ്സിൽ കരുതൽ അത് നിർബന്ധമാണ്. ആ നീയത്ത് ഉസല്ലി സുന്നത്ത തറാവീഹി റക്അത്തൈനി ലില്ലാഹി തആല. ഓരോ 2 റക്അത്തിന് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ട നിയത്താണ് തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം. 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. പച്ച മലയാളത്തിൽ മനസ്സിൽ കരുതിയാലും മതിയാകും, അറബി അറിയുന്നവർ ആ രൂപത്തിൽ ചെയ്താലും മതിയാകും. ഈ നിസ്കാരത്തിൻ്റെ സമയം, തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം ഇശാ നിസ്കാരത്തിന് ശേഷം മുതൽ സുബ്ഹിക്ക് മുമ്പ് വരെയാണ് ഇതിൻ്റെ സമയം. വഖ്തു തറാവീഹി ബൈന സ്വലാത്തിൽ ഇശാ തുലൂഇൽ ഫജ്ർ എന്നാണ് മഹാരഥന്മാർ പഠിപ്പിക്കുന്നത്. ഈ നിസ്കാരം ചില ആളുകൾ തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത്, തറാവീഹിൻ്റെ ജമാഅത്ത് നടക്കുന്ന സമയത്ത് മസ്ബൂഖായി വരുന്നവർ ഇശാ നിസ്കരിക്കാതെ തറാവീഹിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ചേരാറുണ്ട്. അറിയാതെ സംഭവിക്കുന്ന ചില ആളുകളുണ്ട്. അത് സൂക്ഷിക്കണം. തറാവീഹ് നിസ്കാരം ഇശാ നിസ്കാരത്തിന് ശേഷമേ നിസ്കരിക്കാൻ പാടുള്ളൂ. അത് സുബ്ഹി വരെ സമയമുണ്ട്. ആദ്യം തന്നെ ഇശാഇന് മുമ്പ് തറാവീഹ് ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിട്ട് അതിൽ കൂടുതലല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ രൂപത്തിലാണ്, അതായത് ഇശാഇന് ശേഷമാണ് തറാവീഹ് തുടങ്ങേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഈ രൂപത്തിൽ, നല്ല രൂപത്തിൽ, പ്രത്യേകിച്ച് സുന്നത്തുള്ളത് പുരുഷന്മാർക്ക് ജമാഅത്തായിട്ട് പള്ളിയിൽ ഇമാമോടുകൂടെ ഖിറാഅത്ത് കേട്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ളൊരു വിഷയം. ജമാഅത്ത് പുരുഷന്മാർ ഒരിക്കലും മുടക്കരുത്. സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാം. അവർ ഈ രൂപത്തിലാണ് നിസ്കരിക്കേണ്ടത്. സുബ്ഹി വരെ സമയമുണ്ട്. അത് നമ്മൾ വീട്ടിൽ ഒരുപാട് പിന്തിപ്പിക്കാത്ത രൂപത്തിലും, അതുപോലെ തന്നെ നമ്മൾ കൃത്യമായി തറാവീഹ് നിസ്കാരത്തിന് ഒരുങ്ങേണ്ടത് ശരിക്കും പള്ള നിറച്ചിട്ടല്ല. നമ്മൾ നോമ്പ് തുറ കഴിഞ്ഞ് പള്ള നിറച്ച് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് ക്ഷീണം സംഭവിക്കും. നിസ്കാരത്തിൽ കൃത്യമായി ഇഖ്ലാസ് ലഭിക്കാതെ പോകും. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് പ്രത്യേകം മറ്റൊരു സുന്നത്തുള്ളത്, ആദ്യത്തെ റമളാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ സൂറത്തുൽ ഫത്ഹ് ഓതൽ പ്രത്യേകം സുന്നത്താണ്. അത് ഇശാ മഗ്രിബിൻ്റെ ഇടയിലാകാം, ഇശാഇന് ശേഷമാകാം, കുഴപ്പമില്ല. ഈ സൂറത്തുൽ ഫത്ഹിനെ പറ്റിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ലഖദ് ഉൻസിലത് അലയ്യ ലൈലത സൂറത്തുൻ ലഹിയ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസു. ഈ സൂറത്തുൽ ഫത്ഹ്, ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ വസ്തുക്കളേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണത്. ഈ സൂറത്തിനെ പറ്റി മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഓതുകയാണ്, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ആയത്ത് സൂറത്ത് ഓതി കേൾപ്പിക്കുന്നുണ്ട് സഹാബാക്കൾക്ക്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും, ഒരു വർഷം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ റിസ്ഖിൽ ഐശ്വര്യം ലഭിക്കാൻ
ജീവിതത്തിൽ ഈ ഒരു വർഷം മുഴുവനും നമുക്ക് റിസ്ഖിൽ വിശാലത ലഭിക്കാൻ, സംരക്ഷണം ലഭിക്കാൻ പ്രത്യേകം ഈ സൂറത്ത് മഹാരഥന്മാർ നമ്മെ ഓതാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഈ സൂറത്തും കൂടി ഇൻഷാ അല്ലാഹ് ഓതുക. അല്ലാഹു തആല ഇരുലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.